ഹായ് എവരി വൺ, എല്ലാവർക്കും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എന്തായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞത്? ഒരു സൈഡ് വേസ് മാർക്കറ്റ് വിത്ത് ഒരു ചെറിയൊരു ബിയറിഷ് ബയാസിലായിരുന്നു അല്ലേ. എക്സാക്റ്റ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുത്തിരുന്നു. നമുക്കൊന്നൊരു ബിയറിഷ് ടു സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഞാനത് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അവിടെ ഷോർട്ട് പൊസിഷനിൽ ഒരുപാട് പേര് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് പോയിട്ട് അവരൊന്ന് ട്രാപ്പിംഗ് ആക്കാനുള്ള ചാൻസാണ് ഹൈ ആയിട്ടുള്ളത്. അത് ഇന്ന് എക്സാക്റ്റ് നമുക്ക് കാണാനും കഴിഞ്ഞിരുന്നു. ഈവൺ ഡിമാൻഡ് സോൺ, അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട് ഡിമാൻഡ് സോണും സപ്ലൈ സോണൊക്കെ. സോ എക്സാക്റ്റ് ഇന്ന് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ആ ഡിമാൻഡ് സോണിനെയും സപ്പോർട്ട് സോണിനെയൊക്കെ എങ്ങനെയാണ് അത് ആ റെസ്പെക്റ്റ് ചെയ്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യൂ നമുക്കിന്ന് എന്താക്കുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി അന്ന് ചെറിയൊരു ലോ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഈവൻ ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ. സോ ഇനി വരാൻ നേരത്ത് കുറേ പേര് അവിടെ ഒരു ഹ്യൂജ് ഷോർട്ട് പൊസിഷൻ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഏത് രീതിയിലാണ് ട്രേഡ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ഇന്നത്തെ ആ ട്രേഡിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ എങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വ്യൂ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ചെറിയൊരു ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു പോസ്റ്റും ഞാൻ ചെയ്യാറുണ്ട്. സോ അത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതും അവിടെ നിന്ന് കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസിൽ നോക്കിയാൽ കാണാം എങ്ങനെയാണ് ഡിമാൻഡ് സോണിൽ നിഫ്റ്റി ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തേക്കുന്നതും ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ടാവും. സോ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ നോക്കുക. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ്. സോ ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ അനാലിസിസിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ, അതായത് നല്ല ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇനി ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രേഡ്സ് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഫോർവേഡ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് എന്താക്കുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി കംപ്ലീറ്റ് ആയിട്ട് എന്തായിരുന്നു ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് ബാങ്ക് നിഫ്റ്റിക്ക് ഇനി വരുന്നത് ഏത് രീതിയിലുള്ള ഒരു നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു തന്നെയാണ്. ഈവൻ ഈ ഒരു ലോ ഇമ്പോർട്ടൻറ്റ് ലോ ആയിരുന്നു, അതും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ഷോർട്ട് പൊസിഷൻ ഇവിടെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അവരെ എക്സിറ്റ് ചെയ്യിക്കണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ത് വേണം, ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു റീടെസ്റ്റ് വേണം. സോ ആ റീടെസ്റ്റിലേക്ക് എന്തായാലും ബാങ്ക് നിഫ്റ്റി പോവും. സോ അതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഒരു സെൽ ഓഫ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു സെൽ ഓഫും ഇവിടെ വരുന്ന റീടെസ്റ്റൊക്കെ എങ്ങനെ വരും എന്നുള്ളതിനനുസരിച്ചിരിക്കും നെക്സ്റ്റ് മൂവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ. സോ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യൂ. അതാണ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ട്. ബാക്ക് ടു നിഫ്റ്റി നോക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു എക്സാക്റ്റ് ഇപ്പോഴും ആ സപ്പോർട്ട് ലെവലിനെ മാക്സിമം ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വേറെ ലെവൽ കാര്യങ്ങളൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ ഒരു എക്സാക്റ്റ് ആ ലെവലിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അവിടെ നിന്നൊരു റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ ഒന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിക്ക് നോക്കാനുള്ളത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ഹൈ നിഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ നേരത്ത് അവിടെ നിന്ന് വരുന്ന ഒരു റിവേഴ്സിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ആ റിവേഴ്സ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നോക്കണം. സോ അതിനനുസരിച്ചിരിക്കും നിഫ്റ്റിയുടെ ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റാലി എന്ന് പറയുന്നത്. ഇത് അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ല, നെക്സ്റ്റ് ഒരു വലിയൊരു റാലിയാണ് വരുന്നത് മേളിലേക്ക്. ദെൻ അവിടെ നിന്ന് ക്വിക്ക് സെൽ ഓഫ് ആണ് വരുന്നത് എങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും ആ ഒരു ഡൗൺ സൈഡ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അതാണ്. അപ്പോൾ ഇനി വരുന്ന രണ്ട് ലെവലൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു ലെവൽ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ മുകളിലേക്ക് ഈ ഒരു ലെവലിനെ നോക്കുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആ രണ്ട് ലെവലാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇനി വാച്ച് ചെയ്യേണ്ട രണ്ട് ലെവൽ എന്ന് പറയുന്നത്. ബാക്ക് ടു നമുക്കൊരു അനാലിസിസ് ക്വിക്കായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ OIL എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കാണ് ഇന്ന് എക്സ്പയർ ചെയ്യായിരുന്നു, സൈഡ് വേസ് എക്സ്പയർ ചെയ്യാനെന്നുണ്ട്.
ഉണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് വീക്കിൽ മാക്സിമം കോൾ റിട്ടേൺ വന്നത് 24,500ലാണ്. PCR സ്റ്റിൽ 0.81 ആണ് കാണിക്കുന്നത്. ബിയറിഷ് PCR ആണ് കാണിക്കുന്നത്. പക്ഷേ അറ്റ് ദ മണിയിലും കോളോ പുട്ടോ റൈറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ബാക്ക് ടു ബാങ്ക് നിഫ്റ്റി നോക്കാൻ നേരത്തെ ബാങ്ക് നിഫ്റ്റിക്ക് സ്റ്റിൽ ഇവിടെ നമുക്ക് കാണാം 51,000 സ്റ്റിൽ പുട്ട് റൈറ്റിംഗ് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി നൗ ട്രേഡിംഗ് അറ്റ് 49,500 ആണ്. സോ ബാങ്ക് നിഫ്റ്റി ഒരു റിക്കവറി മോഡിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല റിക്കവറി ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ PCR 1.23 ആണ്. ഈ PCR 1.23 വരുമ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി ബിയറിഷിന് ഇനിയും സെൽ ഓഫിനുള്ള ചാൻസ് അവിടെ ഇല്ല എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയുന്നില്ല. സോ സ്റ്റിൽ സെൽ ഓഫിനുള്ള ചാൻസ് അവിടെ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇവിടെ നിന്നുള്ള ഒരു റീബൗണ്ട് നമുക്ക് എങ്ങനത്തെ രീതിയിൽ കിട്ടുമെന്നും അവിടുത്തെ ക്ലോസിംഗ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്. തീർച്ചയായും അത് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ വാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഏതാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.